നമസ്കാരം. ഞാനിന്ന് നിങ്ങളുടെ മുമ്പേ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ ആത്മീക ഉണർവിൽ അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിലെ കുറിച്ച് ദൈവത്തിങ്കലേക്ക് അടുക്കുക, മോക്ഷത്തിലേക്ക് പോവുക എന്നുള്ളതിൽ പുരുഷാർത്ഥങ്ങൾ 4 എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ചാണ്. പുരുഷാർത്ഥങ്ങൾ 4 പറയുന്നത് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ഇതൊരു പുരുഷൻ ചെയ്യേണ്ടതായ പ്രവൃത്തികൾ എന്നാണ്. അപ്പൊ അതിൽ ഒന്നാമത്തതിനെയാണ് ഞാൻ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. അതായത് എന്താണ് ബ്രഹ്മചര്യം? ബ്രഹ്മചര്യത്തെ കുറിച്ച് പലവിധരും പല അഭിപ്രായങ്ങൾ ഇവിടെ പറയുന്നുണ്ട്, പല രീതിക്ക് ഇവിടെ സംസാരിക്കുന്നുണ്ട്. എല്ലാവരും കാമത്തെ നിർത്തുക എന്ന് പറയും, പലരും ശരീരസുഖം പാടില്ല, അതാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. അങ്ങനെ തർക്ക വിഷയമായ വിഷയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ജനങ്ങൾക്കൊരു പൂർണ്ണ തീർവ് കിട്ടണം, അല്ലെങ്കിൽ ഒരു ഉത്തരം കിട്ടണം എന്നുള്ളത് കൊണ്ട് ഞാനിന്ന് ബ്രഹ്മചര്യത്തെ കുറിച്ച് എൻ്റെ അറിവ് ഞാൻ സമർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ പറയുകയാണ്. എന്താണ് ബ്രഹ്മചര്യ എന്ന് പറഞ്ഞാൽ? ബ്രഹ്മം എന്നാൽ ദൈവിക അംശം അല്ലെങ്കിൽ ദൈവം. ചര്യ എന്ന് പറഞ്ഞാൽ അതിൽ അധിവസിക്കുക, അല്ലെങ്കിൽ അതിലേക്ക് പോകാനുള്ള ഒരു പാതയെ ഉണ്ടാക്കുക, ഒരു റൂട്ട് ഉണ്ടാക്കുക. ഇതാണ് ബ്രഹ്മചര്യം. അപ്പൊ ബ്രഹ്മചര്യം എന്ന ആ വിഷയം ദൈവത്തിങ്കലേക്ക് പോകാൻ ഒരു പാതയെ, ഒരു റൂട്ടിനെ ഉണ്ടാക്കുക, ആ റൂട്ട് ഉണ്ടാക്കി പോയിട്ട് അതിൽ ചരിക്കുക എന്നാണ് പറയുന്നത്. അതിന് ഒന്നാമത്തെ പടിയായിട്ട് പറയുന്നത് തന്നെ മനസ്സ്, വാക്ക്, ശരീരം. മനസ്സ്, വാക്ക്, ശരീരം എന്ന് ഉള്ള 3 വസ്തുതകളെയും തൻ്റെ കൺട്രോളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യത്തെ ബ്രഹ്മചര്യത്തിലെ പടി. അതായത് അതിനാ ശരീരബന്ധം എന്നുള്ളതെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മനസ്സ് നിൽക്കണം, വാക്കുകൾ നിൽക്കണം, ശരീരത്തിന്റെ സുഖങ്ങളെ നിയന്ത്രിക്കണം. അങ്ങനെ ഇത് 3നെയും, മനസ്സിനെയും വാക്കിനെയും ശരീരത്തിനെയും ഒരുപോലെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു ചര്യ വിദ്യയാണ് ബ്രഹ്മചര്യ എന്ന് പറയുന്നത്. അതായത് ഞാൻ ആത്മാവ് ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് ഈ കാമക്രോധാദികളായ അഷ്ടരാഗങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി, അത് എന്നെ ശരീരത്തെ ബാധിക്കുമെന്ന് മനസ്സിലാക്കി, ആ ശരീരത്തെ നശിപ്പിക്കാതിരിക്കാൻ എൻ്റെ മനസ്സുകൊണ്ടും എൻ്റെ വാക്കുകൾ കൊണ്ടും, അടുത്തവരെ വേദനിപ്പിക്കുമ്പോഴും എൻ്റെ ശരീരത്തിന് കേടുവരാം. അപ്പൊ അതുകൊണ്ട് ആ വേദനകളെ ഉണ്ടാക്കാതെ എൻ്റെ വാക്കുകൾ കൊണ്ടും, ഇനി എൻ്റെ ശരീരത്തെ എങ്ങനെ സംരക്ഷിക്കണം, നിയന്ത്രിക്കണം എന്നതുകൊണ്ടും നാം പഠിക്കുന്ന, അല്ലെങ്കിൽ നാം ചരിക്കുന്ന ഒരു വിദ്യയാകുന്നു ബ്രഹ്മചര്യ വ്രത എന്ന് പറയുന്നത്. അല്ലാതെ ബ്രഹ്മചര്യ വ്രതം എന്നത് ഒരു കല്യാണം കഴിച്ചുകൂടാ, സ്ത്രീസംഘം പാടില്ല എന്നുള്ളതൊന്നുമല്ല. ഇതിനെയൊക്കെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാ നമ്മുടെ കൺട്രോളിൽ വെച്ച് ഇതൊക്കെ പ്രവർത്തിക്കേണ്ടത് എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വിധിയാണ് ബ്രഹ്മചര്യ വ്രതം. അത് എല്ലാവരും ബ്രഹ്മചര്യ ആദ്യം ഒരു വീട്ടില് പഠിക്കണം. ബ്രഹ്മചര്യം എന്നത് സിമ്പിള, മനസ്സിനെയും നമ്മുടെ വാക്കുകളെയും ശരീരത്തെയും ഒരുപോലെ കൺട്രോളിൽ കൊണ്ടുവരിക. അതിന് ബ്രഹ്മചര്യം അനുഷ്ഠിക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ ഒരു ക്രിയ ഞാനിപ്പോൾ അതിൽ പറയാം. അതായത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സ് നീക്കണമെങ്കിൽ ഇടത് നാസികയിലൂടെ ലെഫ്റ്റ് നോസിൽ കൂടെ നമുക്ക് ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുത്തുകൊണ്ട് പുരുകമധ്യത്തിൽ ശ്രദ്ധിച്ചു വെച്ചുകൊണ്ട് നേരെ താഴേക്ക് പോയി മൂലാധാരം എന്ന് പറയുന്ന മലദ്വാരത്തിന്റെ അവിടെ ശ്രദ്ധയെ കൊണ്ടുപോയി അവിടെ നിന്ന് മേളിലോട്ട് മനസ്സ് എന്ന പാർട്ട് ശുദ്ധീകരിച്ചും കൊണ്ട് ഉണരുന്നതായി സങ്കല്പിച്ചുകൊണ്ട് നേരെ ഹൃദയതാളത്തിലെത്തി, ഹൃദയസ്വാദാനാഗതം എന്ന് പറയും, ഹൃദയത്തിൽ കൊണ്ട് നിർത്തി അവിടെ നിന്ന് ശ്വാസത്തെ എല്ലാം ശാന്തമാക്കുന്നതായി സങ്കല്പിച്ചുകൊണ്ട് പുരുകമധ്യത്തിലെ നിർത്തി ശ്രദ്ധയെ കേന്ദ്രീകരിച്ച് ശ്വാസത്തെ പുറത്തേക്ക് വിടുക. അങ്ങനെ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു പ്രകാശത്തിന്റെ അനുഭവം ഉണ്ടാകും. ആ പ്രകാശത്തിലേക്ക് നിങ്ങൾ ചേർന്നിരിക്കുമ്പോൾ ശരീരം കൊണ്ടുള്ള സുഖങ്ങളും മനസ്സുകൊണ്ടുള്ള സുഖങ്ങളും വാക്കുകൾ കൊണ്ടുള്ള സുഖങ്ങളും മറന്ന് സന്തോഷമായിട്ടിരിക്കാൻ കഴിയും. എല്ലാവരും ഇത് ഒന്ന് നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളും എല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതിൽ വ്യക്തമായ ഒരു മറുപടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.
ഓക്കെ, ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോയിലേക്ക് കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.